അങ്ങനെ ഇവർക്ക് മനസ്സിലാവും ഇവർ രണ്ടുപേർക്കും വേണ്ട കാര്യം ഒന്നാണ്. അപ്പോൾ അവർ ഒരുമിച്ച് യാത്ര ചെയ്യാനും ഒരുമിച്ച് ഈ ടൗ സെൻറ്റിയിൽ നിന്നും ഈ ഒരു സൊല്യൂഷൻ കണ്ടെത്തി തിരിച്ച് രണ്ട് പ്ലാനറ്റിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. അവർ ആ മിഷനിൽ ഏർപ്പെടുന്നതാണ് സാധനം. ബേസിക്കലി ഇവരുടെ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ കാണിച്ചു തരുന്നത്. സൂപ്പർ ഫ്രണ്ട്ഷിപ്പാണ്. എന്താ പറയുക, നമുക്കത് ഈവൻ അതൊരു ഏലിയൻ ആണെങ്കിലും നമുക്കത് ഫീൽ ചെയ്യുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരും പിരിയുന്നൊരു മൊമെൻ്റ് ഉണ്ട്. നമ്മുടെ റോക്കി എന്ന ഏലിയൻ എറിടുന്ന പ്ലാനറ്റിലേക്ക് പോകുന്നതും ഗ്രേസ് തിരിച്ച് എർത്തിലേക്ക് വരാനായിട്ട് നിൽക്കുമ്പോൾ ഇവർ ഗുഡ് ബൈ പറഞ്ഞു പോകുന്നൊരു സാധനമാണ്. അത് ഭയങ്കരമായിട്ട് നമുക്ക് അയ്യോ ഇവർ ഗുഡ് ബൈ പറയരുത്, ഇവർ ഒരുമിച്ച് ഉണ്ടാവണം. പക്ഷേ അവന് ഏലിയൻ എർത്തിലേക്ക് വരാനും പറ്റില്ല, ഇവന് അങ്ങോട്ട് പോകാനും പറ്റില്ല. ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ രണ്ടുപേരുടെയും പ്ലാനറ്റിനെ സേവ് ചെയ്യാനായിട്ട് തിരിച്ചു പോയേ പറ്റൂ. കാരണം നമ്മൾ ഭൂമിയിലാണെങ്കിൽ നമുക്ക് ഒരാളോട് പറയാമല്ലോ, ഓക്കെ ഭൂമി ഉരുണ്ടല്ലേ, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. പക്ഷേ റോക്കിയും ഗ്രേസും ഇനി ഒരിക്കലും കാണില്ല. അത് അവർ ഗുഡ് ബൈ പറഞ്ഞാൽ ടു ദ എൻഡാണ്. ഇനി ഒരിക്കലും ഇവർക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു ഗുഡ് ബൈ പറഞ്ഞ് ഇവരിങ്ങനെ രണ്ട് വഴിക്ക് പോവുകയാണ്. നല്ല രസമുള്ള പടം കേട്ടോ. സിനിമ അവിടെ തീരുന്നൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ട്വിസ്റ്റ് വരികയും വീണ്ടും ഇവർ വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ സ്പോയിലർ ആക്കിയിട്ടുണ്ട് ഏകദേശം. സോ നിങ്ങൾക്ക് കണ്ടവർക്ക് കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞ സ്പോയിലർ ആക്കണം മൊത്തം. ഈ റോക്കിയുടെ ക്യാരക്ടറിന് വളരെ ഇമോഷണൽ ആയിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക. നമുക്ക് ഇമോഷണൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. കാരണം